വിപ്ലവ കവിയായ വയലാറിനെ കുറിച്ചാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. വയലാറിനെ കുറിച്ചിപ്പോൾ മറ്റുള്ളവർ പറയുന്നതിൽ നിന്നും വിഭിന്നമായി എന്ത് പറയുന്നുള്ള ആലോചനയിൽ നിന്ന് എന്താണിപ്പോൾ വയലാറിനെ കുറിച്ചിട്ട് ഇത്ര കൂടുതൽ പറയാം എന്നുള്ളതല്ല. അദ്ദേഹം 5 പതിറ്റാണ്ടുകൾ ആയി നമ്മിൽ നിന്നും വേർപിടിഞ്ഞ് പോയിട്ട്, എങ്കിൽ കൂടി അങ്ങനെ ഒരു വേർപാടോ ഒരു വിടവോ ശൂന്യതയോ ഒന്നും ഇല്ലാതെ തന്നെ അദ്ദേഹം ഇപ്പോഴും സജീവമായി നമ്മുടെ കൂടെ നിൽക്കുന്നുണ്ട് എന്നതാണ് വലിയൊരു ആശ്വാസം. ഒരു വിപ്ലവ കവി എന്നാണ് എനിക്ക് അദ്ദേഹത്തെ വിളിക്കാൻ ഇഷ്ടം. ചെങ്കടൽ ഗാനങ്ങളുടെ കരുത്തനായ ഒരു നേതാവ് അല്ലെങ്കിൽ ഒരു വക്താവ്. അദ്ദേഹം വയലാർ രാമവർമ്മ 928 ജനിക്കുകയും 975 അടിയന്തരാവസ്ഥയുടെയൊക്കെ ഒരു ഭീകരമായ അവസ്ഥയിൽ ആ സമയത്തൊക്കെ വളരെയധികം ശരമുനകളുള്ള വരികൾ കൊണ്ട്, വാക്കുകൾ കൊണ്ട് ഭരണകൂടത്തെ പോലും ഭയക്കാതെ അദ്ദേഹം എഴുതിയ ലഘുലേഖകളും ലഘുഗാനങ്ങളും ഒക്കെ കർണാകർണികയാ പാടി നടന്നൊരു കാലം ആലപ്പുഴയുടെ ഭൂതകാല ചരിത്രത്തിലുണ്ടാവും. ഭൂതകാല ചരിത്രം എന്ന് പറയാൻ പറ്റില്ല, അതൊക്കെ കഴിഞ്ഞിട്ട് ഏതാനും ഒരു എങ്കിലും അരനൂറ്റാണ്ട് മലയാളത്തെ സംബന്ധിച്ചിടത്തോളം ഒട്ടും നിസ്സാരമല്ല താനും. അദ്ദേഹം പാദമുദ്രകൾ എന്ന കാവ്യസമാഹാരത്തിലൂടെയാണ് കാവ്യരംഗത്തേക്ക് വരുന്നത്. പാദമുദ്രകളിൽ ഗാന്ധിജിയെ കുറിച്ചിട്ടാണ് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ സഹനസമരവും ഗാന്ധിജിനെ വളരെ വാഴ്ത്തിക്കൊണ്ട് ഗാന്ധി മാർഗത്തിലൂടെ അനുസരണയുള്ളൊരു കുട്ടിയായി നടന്നു വന്ന വയലാർ പിന്നീട് നമ്മൾ കാണുന്നത് അതിൽ നിന്നൊക്കെ അകന്നു മാറിയിട്ട് വളരെ രക്തരൂക്ഷിതമായ വിപ്ലവ ഗാനങ്ങളുടെ, വയലാറിലെ പുന്നപ്രയിലെ സമരഗീതങ്ങളുടെ, രണഗീതങ്ങളുടെ ഒക്കെ പ്രവാചകനായി മാറുന്നൊരു കാഴ്ചയാണ് പിന്നീട് നമ്മൾ കാണുന്നത്. ജന്മിത്വത്തിനെതിരെ തൂലികയെ പടവാളാക്കിയെന്നൊക്കെ ആലങ്കാരികമായിട്ട് നമുക്ക് പറയാം, അത് സത്യം തന്നെയാണ്. പക്ഷെ അതിനൊപ്പം തന്നെ തൊഴിലാളികളുടെ രക്തസാക്ഷിത്വത്തെ കഥാത്മക കാവ്യങ്ങളിലൂടെ പാടിപ്പാടി വയലാറ് അവതരിപ്പിച്ചു. ഇത്താപ്പിരി വായിച്ചവർക്ക് അതൊക്കറിയാം. കുചേലൻ കുഞ്ഞൻ നായർ, ആയിഷ. അക്കാലത്ത് സാംബശിവൻ കഥാപ്രസംഗ വേദിയിൽ ആയിഷ അവതരിപ്പിക്കുന്ന സമയത്ത് ഭയങ്കര ജനക്കൂട്ടോ, ആളുകളൊക്കെ അങ്ങനെ കേട്ടിട്ട് സ്ത്രീകളൊക്കെ പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ്. അത്ര വലിയൊരു വേദനയായിരുന്നു ആയിഷ. എങ്ങനെയാ ഒരു കവിക്ക് നമുക്കൊക്കെ കട്ടസൂയ തോന്നും. എന്തൊരു വാങ്മയ ചിത്രത്തിലൂടെ ഹൃദയത്തിലേക്ക് ആഴ്ന്നിറങ്ങുന്ന ഒരു ചിത്രം വാക്കുകളിലൂടെ വരച്ചിടാൻ കഴിയുന്ന അസുലഭ ഭാഗ്യം സിദ്ധിച്ചൊട്ടനവധി കവിതകളും കവികളൊക്കെ നമുക്കുണ്ടെങ്കിൽ കൂടി ആയിഷ ഇപ്പോൾ വായിക്കുമ്പോഴും ആ വേദന തന്നെയാണ്. അതേപോലെ തന്നെയാണ് തെലങ്കാനയിലെ അമ്മ. അത് ഇപ്പോൾ യൂട്യൂബിലൊക്കെ എല്ലാ കവിതകളും കിട്ടുന്നത് കൊണ്ട് നമുക്ക് ആസ്വദിക്കാനൊന്നും യാതൊരു പ്രയാസവും ഇല്ല. രക്തം പുരണ്ട ഗാനം, ഇതൊക്കെ ഇപ്പോഴും ഈ അടുത്തുകൂടി ഒന്ന് വായിച്ചു നോക്കി. ഒക്കെ വായിക്കാതിരിക്കുന്നത് എങ്ങനെയാണ്? അങ്ങനത്തെ ഒരു കാലഘട്ടത്തിലൂടെയാണല്ലോ നമ്മളിപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നത്. ഇദ്ദേഹം സാധാരണക്കാരൻ്റെ കവിയായി മാറി, സാധാരണക്കാരൻ്റെ പാട്ടായി മാറി അദ്ദേഹത്തിൻ്റെ വരികളൊക്കെ. ബിംബകൽപ്പന സാമ്രാജ്യം തന്നെ നമുക്കായി ഒരുക്കി തന്നിട്ടുണ്ട്. ഇത് ബിംബകൽപ്പനകളാണെന്നൊന്നും അറിയാതെ തന്നെ മനുഷ്യനെ ഏറ്റു ചൊല്ലുകയായിരുന്നു. അതാണ് അറിയാതെ തന്നെ അതിലേക്ക് കൊണ്ടുവരാനുള്ള ആ തങ്കത്തളികയിൽ പൊങ്കലുമായി വന്ന തൈമാസ തമിഴ് പെണ്ണെ, നിൻ്റെ അരഞ്ഞാണ ചരടിലെ ഏലസിനുള്ളിൽ ആരെയും മയക്കുന്ന മന്ത്രമുണ്ടോ, അനഘമന്ത്രമുണ്ടോ എന്നുള്ള വരികളിലേക്ക് ഒരു മാസ്മരിക ഭംഗി. അതൊക്കെ ഏത് സാധാരണക്കാരനും എപ്പോഴും മൂളിക്കൊണ്ട് നടക്കുന്ന വളരെ പ്രണയഭംഗി തുളുമ്പുന്ന കാൽപ്പനിക സാമ്രാജ്യം തന്നെ ഒരുക്കിയിട്ടുള്ളൊരു ഗാനങ്ങളാണ് അദ്ദേഹം സിനിമാ പാട്ടുകളിലൂടെ നമുക്ക് തന്നിട്ടുള്ളത്. മതങ്ങളെയൊക്കെ തള്ളിപ്പറയാൻ വാക്കുകൾക്കൊന്നും ഒരു പഞ്ഞും അദ്ദേഹത്തിന് ഉണ്ടായിട്ടില്ല. മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ച്. അപ്പോൾ
അദ്ദേഹത്തിൻ്റെ ശീർഷകങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ കൊന്തയും പൂണൂലെന്ന്, കൊന്തയും പൂണൂലും അല്ല, പൂണൂലൊക്കെ പൊട്ടിച്ചെറിയണം എന്നാണ് പറയുന്നത്. സർഗ്ഗസ്വാതന്ത്ര്യത്തിന് കൂച്ചു വിലങ്ങിടങ്ങുന്ന ആ വള്ളിച്ചരടൊക്കെ പൊട്ടിപ്പോട്ടെ എന്നാണ് പറയുക. എന്തായാലും ഇതൊക്കെ പൊട്ടിച്ചെറിയാൻ ആഹ്വാനം ചെയ്ത അദ്ദേഹമാണല്ലോ മാടവനപ്പുറമ്പിലെ ചിത എന്ന് പറഞ്ഞ കവിത എഴുതിയിട്ടുള്ളത്. കേസരി ബാലകൃഷ്ണ പണിക്കർ മരിച്ചു കഴിഞ്ഞപ്പോൾ കേസരി ബാലകൃഷ്ണപിള്ള അദ്ദേഹത്തിൻ്റെ നിര്യാണത്തിൽ വേദനിച്ചിട്ടാണ് മാടവനപ്പുറമ്പിലെ ചിത ഉണ്ടായത്. പക്ഷേ ആത്മാവിലൊരു ചിത അതിപ്പോഴും എല്ലാവരുടെയും ആത്മാവിലൊരു ചിത തന്നെയാണ്. കാരണം ഞാനൊക്കെ ആ കവിത കലോത്സവ വേദികളിൽ എല്ലാവരും പാടിയിട്ടാണ് ആദ്യം കേൾക്കുന്നത്. കുട്ടിക്കാലത്ത് തന്നെ ഒരു 6-ലും 7-ലൊക്കെ പഠിക്കുമ്പോൾ മിക്ക കലോത്സവ വേദികളിൽ ആത്മാവിലൊരു ചിതയുമായിട്ട് ഒരു 5-6 പേരൊക്കെ എത്തും. അത്രക്ക് അതെപ്പോൾ കേട്ടാലും മരിക്കുന്നത് എത്ര വലിയ കുഴപ്പമാണെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല എന്ന് പറയുന്നത്. ചന്ദനപ്പമ്പരം തേടിപ്പോകുന്നൊരു കുഞ്ഞിൻ്റെ നിഷ്കളങ്കതയോടെ ഇവിടെ നിന്നും നമുക്ക് കേൾക്കാൻ പറ്റുന്ന ഒരു കവിത, ഒരു ശോകത്തിൻ്റെ ആവനാഴി, ശോകത്തിൻ്റെ അമ്പുകൾ നിറഞ്ഞ ആവനാഴി തന്നെയാണ് അത്. അതേപോലെ തന്നെയാണ് താടക എന്ന ദ്രാവിഡ രാജകുമാരി. അതെങ്ങനെ നമുക്ക് മറക്കാൻ കഴിയും? താടകയെ എനിക്ക് തോന്നുന്നു വയലാറിലൂടെയാണ് ഞാനൊക്കെ താടകയെ ശ്രദ്ധിച്ച് തുടങ്ങിയത് തന്നെ. അപ്പോൾ ഈ പ്രണയഗാനങ്ങൾ എഴുതുന്ന അതേ ലാഘവത്തോടു കൂടി തന്നെ അദ്ദേഹം ഒരു കാലത്ത് ഈശ്വരസ്തവങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. അദ്ദേഹം വളർന്നു വന്നൊരു പാരമ്പര്യത്തിൻ്റെ ഭാഗമായിട്ടായിരിക്കാം. എന്നാൽ കൂടി അദ്ദേഹം ഒരു എന്താ പറയുക, താൻ ജീവിച്ച വ്യവസ്ഥക്കെതിരെ ജീവിച്ച കാലത്ത് വളരെ ശക്തമായിട്ട് പോരാടി ധീരമായി മരണത്തെ സ്വീകരിക്കുകയും ചെയ്തു. ആ മരണം പോലും വലിയൊരു ദുരൂഹതയായി മാറി. ആളുകൾ പലതരത്തിലത് കൊട്ടിഘോഷിച്ചിട്ടുണ്ട്, പലതരത്തിൽ ആ മരണത്തിൽ ദുരൂഹത കൊണ്ടുവരാനൊക്കെ ശ്രമിച്ചിട്ടുണ്ട്. എങ്കിൽ കൂടി മലയാളത്തിന് നഷ്ടമായത് ഒരു കാൽപ്പനിക സാമ്രാജ്യത്തിൽ തന്നെ, വരികളുടെ മൃദുമന്ത്രണത്തിൽ തന്നെ അദ്ദേഹം അമരനല്ലാതെ കാവ്യലോകത്ത് എപ്പോഴും അമരനായ ഒരു കാവ്യസഞ്ചാരിയായി അദ്ദേഹം തൻ്റെ ഈ ആകാശത്തിൻ്റെ പുറത്ത് കാലമാണെൻ്റെ രഥം, കാലമാകുന്ന രഥത്തിൽ കയറിക്കൊണ്ട് അദ്ദേഹം ആ അശ്വപ്രയാണം ഇപ്പോഴും തുടരുകയാണ്. ആ സർഗ്ഗവ്യാപാരം ഇപ്പോഴും തുടരുകയാണ്. അദ്ദേഹം മനുഷ്യനിൽ വിശ്വസിച്ചു. മനുഷ്യനാണ് എല്ലാത്തിൻ്റെയും, മനുഷ്യന് വേണ്ടിയിട്ട് മനുഷ്യകഥാനുഗായിയായി തന്നെ ആ കവി ജീവിക്കുകയും അതിനു വേണ്ടി തന്നെ വരികൾ എഴുതുകയും ചെയ്തു.